വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. പൈനാപ്പിൾ പച്ചടി, അവിയൽ, എരിശ്ശേരി, ബീട്രൂട്ട് പച്ചടി ആൻഡ് ഓലൻ, ഇത്രയും കറികളുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ചെയ്യാൻ പോകുന്നത് പരിപ്പ് കറിയുടെ റെസിപ്പിയാണ്. സദ്യയിൽ എത്ര കറികളുണ്ടെങ്കിലും ചെറിയ പിള്ളേർ എപ്പോഴും എൻജോയ് ചെയ്യുന്നത് പരിപ്പ് കറിയായിരിക്കും. അപ്പോൾ അതിന് ഞാൻ 1 കപ്പ് പീസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. പീസ് പരിപ്പ് എപ്പോഴും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഒരു 2-3 ടൈംസെങ്കിലും പരിപ്പ് ഇതുപോലെ വാഷ് ചെയ്യണം. വാഷ് ചെയ്ത പരിപ്പ് തിൻ കോക്കനട്ട് മിൽക്കിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്കറിലോട്ട് ഒരു 2 സ്ലിറ്റഡ് ഗ്രീൻ ചില്ലി, 1 ടീസ്പൂൺ സോൾട്ട് ആൻഡ് 3 കപ്പ് തിൻ കോക്കനട്ട് മിൽക്ക്. ഇതിപ്പോൾ 2 കപ്പ് തേങ്ങ, ഒരു 3 കപ്പ് വെള്ളത്തിൽ ഗ്രൈൻഡ് ചെയ്തെടുത്ത് കോക്കനട്ട് മിൽക്കാണ്. 3 കപ്പ് കോക്കനട്ട് മിൽക്കിൽ വേണം ഈ ദാല് കുക്ക് ചെയ്യാനായിട്ട്. ആൻഡ് കുക്കറിലോട്ട് തന്നെ ഇതുപോലെ ബിഗ് ചങ്ക്സ് ആയിട്ട് കട്ട് ചെയ്ത് പൊട്ടാറ്റോ ആഡ് ചെയ്യാം. ഇനി ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ആൻഡ് ഫസ്റ്റ് വിസിലിന് ശേഷം തീ കുറച്ച് ഒരു 2 വിസിൽസും കൂടി വരുത്തിയിട്ട് വേണം പരിപ്പ് കുക്ക് ചെയ്യാനായിട്ട്. ഇനി കുക്കറിൻ്റെ പ്രഷർ റിലീസ് ചെയ്യാനതിന് ശേഷം ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. സോ ഞാൻ നേരത്തെ 3 കപ്പ് തിൻ കോക്കനട്ട് മിൽക്കാണ് ആഡ് ചെയ്തത്. കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യണതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ ആഡ് ചെയ്ത് പരിപ്പ് വേവിച്ചത്. ഇനി തിക്ക് കോക്കനട്ട് മിൽക്ക് 1 കപ്പ് ആഡ് ചെയ്യാം. ആൻഡ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യാം. കുറച്ചുകൂടി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ചുകൂടി കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്താൽ മതി. ഇനി ജസ്റ്റ് അനിയൻസ് ഒന്ന് സോട്ടേ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സദ്യയിലേക്കുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് ഒരു 1/2 കപ്പ് ഗീ ആഡ് ചെയ്യാം. ആൻഡ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 കപ്പ് ചോപ്ഡ് അനിയൻസ് ആഡ് ചെയ്യാം. അനിയൻസ് സോഫൻ ആകുമ്പോൾ കുക്ക് ചെയ്ത് ദാലിലോട്ട് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഫ്രഷ് കറി ലീവ്സും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇനി ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഗീ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഞാനീ പറഞ്ഞത് 10 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പം നമ്മുടെ സദ്യയിലേക്കുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം 1 ടീസ്പൂൺ ഗീ ആഡ് ചെയ്തൊന്ന് ഗാർണിഷ് ചെയ്യാം. ആൻഡ് കുറച്ച് കറി ലീവ്സ് കൂടി. കറി ലീവ്സ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്.